പ്ലസ് 2 തുല്യതാ പഠനത്തിലെ എസ്.കെ. പൊറ്റക്കാടിന്റെ ദ ഗിഫ്റ്റ് എന്ന പാഠമാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് വാസ് എ ക്ലിയർ ആൻഡ് പ്ലസന്റ് ഈവനിങ്. അത് ഒരു തെളിഞ്ഞ സുന്ദരമായ ശാന്തസുന്ദരമായ പ്രസന്നമായ സായാഹ്നമായിരുന്നു. ക്ലിയർ തെളിഞ്ഞ, പ്ലസന്റ് പ്രസന്നമായ സായാഹ്നമായിരുന്നു, ഈവനിങ് ആയിരുന്നു. ഐ ഡ്രസ്ഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് മൈ റൂം. ഞാൻ വസ്ത്രം ധരിച്ചു, എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. ഐ ഡ്രസ്ഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് മൈ റൂം. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. ദ റോഡ്സ് ഓഫ് റോം വേർ ഫുൾ ഓഫ് പീപ്പിൾ. റോമിലെ റോഡുകൾ നിറയെ ആളുകളായിരുന്നു. ദ റോഡ്സ് ഓഫ് റോം വേർ ഫുൾ ഓഫ് പീപ്പിൾ. നിറയെ ആളുകളായിരുന്നു. മെൻ ആൻഡ് വുമൺ ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. സ്ത്രീകളും പുരുഷന്മാരും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. മെൻ ആൻഡ് വുമൺ, സ്ത്രീകളും പുരുഷന്മാരും, ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വില കൂടിയ, ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, CLOTHES ക്ലോത്ത്സ് വസ്ത്രങ്ങൾ. സ്പെല്ലിംഗ് പഠിക്കണം. എക്സ്പെൻസീവ് സ്പെല്ലിംഗ് പഠിക്കണം. EXPENSIVE. ആൻഡ് സ്മാർട്ട് ചിൽഡ്രൻ ഫുൾ ഓഫ് ഗുഡ് ചീർ. നല്ല പ്രസാദമായ സന്തോഷത്തോടെയുള്ള ആഹ്ലാദത്തിമർപ്പുള്ള കുട്ടികള്, ചിൽഡ്രൻ കുട്ടികള്, ഫുൾ ഓഫ് ഗുഡ് ചീർ നിറയെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ, ത്രോങ്ഡ് ദ സൈഡ് വാക്സ്. ഫുട്പാത്തിലൂടെയാണ്, ഫുട്പാത്തിനെയാണ് ഇവിടെ സൈഡ് വാക്ക് എന്ന് പറയാം കേട്ടോ. തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ തെരുവാരത്തു കൂടി നടക്കുന്നുണ്ടായിരുന്നു. ദ ഈവനിങ് സൺസ് റേസ്. സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ. ഈവനിങ് സൺ, സായാഹ്ന സൂര്യൻ. ദ ഈവനിങ് സൺസ് റേസ് ദാറ്റ് ഫിൽറ്റേർഡ് ത്രൂ ദ ലീവ്സ് ഓഫ് ദ ട്രീസ്. ഇലകളുടെ, മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയിരുന്നു. ഫിൽറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അരിച്ചിറങ്ങുക അല്ലെ, ഫിൽറ്റർ അരിച്ചിറങ്ങുക, അരിപ്പ എന്നൊക്കെ അർത്ഥമുണ്ട്. ദി സൺസ് റേസ്, ഈവനിങ് സൺസ് റേസ് ഫിൽറ്റേർഡ് ത്രൂ ദ ലീവ്സ് ഓഫ് ദ ട്രീസ്. മരത്തിന്റെ ഇലച്ചാർത്തിനിടയിലൂടെ അരിച്ചിറങ്ങി. ദാറ്റ് ഷെയ്ഡഡ് ദ സൈഡ് വാക്സ് സീംഡ് ടു ബി ഫോൺലി ഹഗിങ് ദ എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ് ഇൻ ദ സിറ്റി. അത്, അതിന്റെ തണല്, ദാറ്റ് ഷെയ്ഡഡ് ദ സൈഡ് വാക്സ്, അത് ഈ ഓരത്തെ നടപ്പാതകൾക്ക് തണൽ നൽകിയിരുന്നു. seemed to be fondly hugging the ebb and flow of life in the city. ഒരുപക്ഷെ പട്ടണ ജീവിതത്തിന്റെ ഗതിവിഗതികളെ അത് ആശ്ലേഷിക്കുന്നതായിട്ട്, ആലിംഗനം ചെയ്യുന്നതായിട്ട്, ഗാഢമായ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നതായിട്ട് തോന്നി. seemed to എന്ന് പറഞ്ഞാൽ, seemed to be എന്ന് പറഞ്ഞാൽ തോന്നപ്പെട്ടു എന്നർത്ഥം. ഫോൺലി എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടെ എന്നാണ്. FONDLY, ഫോൺലി എന്നതിനർത്ഥം. ഹഗ്ഗിങ് കെട്ടിപ്പുണരുന്നു, ആശ്ലേഷിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ദ എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ്, അതൊരു ശൈലി പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ ഇഡിയം എന്ന് പറയും. എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഗതിവിഗതികൾ, കയറ്റിറക്കങ്ങൾ എന്നൊക്കെ പറയില്ലേ. പട്ടണ ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളെ അത് ആ മരത്തിന്റെ തണൽ തെരുവോരത്തെ നടക്കുന്ന മനുഷ്യരുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ ആ പട്ടണ ജീവിതത്തിന്, ആ സായാഹ്ന സവാരിക്ക് ഒരു സഹായമാകാൻ മരങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ഫേവർ പോലെ തോന്നി. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെയാണ്. ഐ അപ്രോച്ച് എ ബസ് സ്റ്റോപ്പ്. ഞാനൊരു ബസ് സ്റ്റോപ്പിനെ സമീപിച്ചു. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമീപിച്ചു, അതിൻ്റെ അടുത്തേക്ക് ചെന്നു, നടന്നു ചെന്നു. അതാണ് അപ്രോച്ചിന്റെ അർത്ഥം. APPROACHED, അപ്രോച്ച്ഡ്, സമീപിച്ചു. ഐ അപ്രോച്ച്ഡ് എ ബസ് സ്റ്റോപ്പ്. ഞാനൊരു ബസ് സ്റ്റോപ്പിനെ സമീപിച്ചു. വൺ ഓഫ് ദ empty circular buses that go around the city of Rome was approaching. അതിലെ കൂടെ പോകുന്ന empty circular ബസ്സുകളിൽ ഒരെണ്ണം, വൺ ഓഫ് ദ empty circular buses that go around the city of Rome, റോമ പട്ടണത്തെ ചുറ്റിക്കറങ്ങി വരുന്ന ബസ്സാണത്. ഇറ്റ് വാസ് അപ്രോച്ചിങ്, അത് ബസ് സ്റ്റോപ്പിന്റെ സമീപത്തേക്ക് വരുന്നു. അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ സമീപിക്കുന്നു. നേരത്തെ നമ്മൾ ആ വാക്ക് കണ്ടതാണല്ലേ. ഐ അപ്രോച്ച് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിനെ സമീപിച്ചു. ഇവിടെ ബസ് സ്റ്റോപ്പിനെ സമീപിക്കുന്ന ആരാണ്? ബസ് അല്ലെ. ആ പട്ടണത്തിലെ സിറ്റി സർക്കുലർ ബസ് അപ്രോച്ച് ചെയ്യുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. ആൻഡ് ഐ ജംപ്ഡ് ഓൺ ടു ഇറ്റ്, ഞാൻ അതിലേക്ക് ചാടിക്കയറി. ബസ്സിൽ കയറി എന്ന് എങ്ങനെയാ പറയുന്നത്? ഐ ബോർഡഡ് ഓൺ ടു ദ ബസ് എന്ന് പറയാം. അതിന് പകരം ഇവിടെ ഞാൻ ചാടിക്കയറി. ഐ ജംപ്ഡ് ഓൺ ടു ദ ബസ് അല്ലെ. ഐ ജംപ്ഡ് ഓൺ ടു ഇറ്റ്, അതിലേക്ക്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. I had heard that, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് the tomb of the famous English poet Shelley
ടൂം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിടെ സ്പെല്ലിങ് കണ്ടാൽ നമുക്ക് ടോംബ് എന്നൊക്കെ വായിക്കാൻ തോന്നും, പക്ഷെ അങ്ങനെ വായിക്കരുത്. അതിന്റെ ഉച്ചാരണം അങ്ങനെയല്ല. TOMB എന്നാണ് സ്പെല്ലിങ്. ടൂം എന്ന് വായിച്ചാൽ മതി. ബി സൈലന്റ് ആണ് കേട്ടോ. I heard that, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് the tomb of the famous English poet ഷെല്ലി, പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ കുഴിമാടം. ടൂം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുഴിമാടം അല്ലെ. വാസ് ശവമടക്കം ചെയ്തിരിക്കുന്ന കല്ലറ. വാസ് സംവേർ ഓൺ ദ MD ബസ് റൂട്ട്. ഈ MD ബസ് റൂട്ടിന്റെ അരികിൽ എവിടെയോ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദ കണ്ടക്ടർ കെയിം നിയർ മീ. കണ്ടക്ടർ എന്റെ അടുത്ത് വന്നു. കണ്ടക്ടർ SK പൊറ്റക്കാട് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു എഴുത്തുകാരനൊക്കെ ആയതുകൊണ്ട് ഷെല്ലി എന്ന കവിയുടെ ഈ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം കാണാൻ താല്പര്യമുണ്ടായിരുന്നു എന്നർത്ഥം. കണ്ടക്ടർ കെയിം നിയർ മീ. ബസ് കണ്ടക്ടർ എന്റെ അടുത്ത് വന്നു. വിത്ത് ഹിസ് ബസ് ടിക്കറ്റ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ഓപ്പൺഡ് ആൻഡ് ആസ്ക്ഡ് മീ. എന്നിട്ട് എന്നോട് ചോദിച്ചു. ആൻഡ് ആസ്ക്ഡ് മീ, എങ്ങോട്ടേക്കാ എന്ന് ചോദിച്ചു. എങ്ങോട്ടേക്കാന്ന്? വേർ ടു എന്ന് ചോദിച്ചു അല്ലെ. എങ്ങോട്ടേക്കാന്ന് അങ്ങനെ ചോദിച്ചത് അയാള്. വേർ ടു, എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് അങ്ങനെയാ ചോദ്യം. ഇൻ സൈൻ ലാംഗ്വേജ്. എങ്ങനെയാ ചോദിച്ചത്? സൈൻ ലാംഗ്വേജിലാ ചോദിച്ചത്. എന്ന് വെച്ചാൽ ആംഗ്യ ഭാഷയിലെ അർത്ഥം കേട്ടോ. ആംഗ്യ ഭാഷയിലാ ചോദിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു സെമെട്രി, സെമിത്തേരിയിലേക്ക്, സെമെട്രി. ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി നൽകി. ഐ റിപ്ലൈഡ്. അപ്പൊ റിപ്ലൈഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മറുപടി നൽകി. ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി നൽകി. ഹോൾഡിംഗ് ഔട്ട് എ കപ്പിൾ ഓഫ് നോട്ട്സ്. കയ്യില് 1-2 നോട്ടുകൾ. എ കപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ 1-2 എന്നർത്ഥം കേട്ടോ. കപ്പിൾ എന്ന് പറഞ്ഞാൽ സാധാരണ 2 എന്നർത്ഥം കേട്ടോ. ഇപ്പൊ മാരീഡ് കപ്പിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോന്നാണ്? ദമ്പതികൾ എന്നർത്ഥമാണ് അല്ലെ. അപ്പോ എ കപ്പിൾ ഓഫ് ഡേയ്സ് അല്ലെ എന്ന് പറയാറില്ല, 1-2 ദിവസം. എ കപ്പിൾ ഓഫ് അവേഴ്സ്, 1-2 മണിക്കൂർ. അപ്പൊ ഈ എ കപ്പിൾ ഓഫ് എന്നുള്ള ഒരു പ്രയോഗമാണ്. 1-2 നോട്ടുകൾ കയ്യിൽ നിന്ന് മുന്നോട്ട് നീട്ടിയിട്ട് ആ ടിക്കറ്റ് എടുക്കുന്ന കണ്ടക്ടറുടെ നേരെ നീട്ടിയിട്ട്, ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പിടിക്കുക. ഹോൾഡ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടി പിടിക്കുക. അത് പ്രത്യേകം പഠിക്കണം. ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിനെയാണ് ഹോൾഡ് എന്ന് പറയുന്നത് കേട്ടാ. ഹോൾഡിംഗ് ഔട്ട് എ കപ്പിൾ ഓഫ് നോട്ട്സ്. 1-2 നോട്ടുകൾ കയ്യിൽ നീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം. റോമിലെ ബസ്സുകളിലെ സമയം പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. വേരിയസ് സ്റ്റോൺ മാൻഷൻസ് ലൈൻഡ് ഇൻ ദ വൈഡ് റോഡ്. വേരിയസ് പലതരത്തിലുള്ള സ്റ്റോൺ മാൻഷൻസ്, കല്ലുകൊണ്ടുള്ള കോട്ടകള്, ലൈൻഡ് ദ വൈഡ് റോഡ്സ്, ആ വിശാലമായ റോഡുകളിൽ ലൈൻ ചെയ്ത് കിടന്നിരുന്നു. മാർബിൾ സ്റ്റാച്യൂസ് സീംഡ് ടു ബി ബെക്കൺ വൺ വിത്ത് എ റിക്വസ്റ്റ് ടു സ്റ്റോപ്പ് ആൻഡ് എൻജോയ് ദെയർ ബ്യൂട്ടി. മാർബിൾ സ്റ്റാച്യൂകള് കാണപ്പെട്ടു. സീംഡ് ടു ബെക്കൺ വൺ, ഒരാളെ, ഏതൊരാളെയും കൈകാട്ടി വിളിക്കുന്ന പോലെ. ബെക്കൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൈകൊണ്ട് മാടി വിളിക്കുക അല്ലെ. ബെക്കൺ, BECKON, ബെക്കൺ, കൈ നീട്ടി മാടി വിളിക്കുക എന്നുള്ളതിന്. സ്റ്റാച്യുവിന്റെ സ്പെല്ലിംഗ് കണ്ടോ? STATUE, സ്റ്റാച്യു. സ്റ്റാച്യൂസ് എന്ന് വരുമ്പോഴോ STATUES, സ്റ്റാച്യൂസ് ഉണ്ടോ. അപ്പൊ സ്റ്റാറ്റു എന്നൊന്നും പറയരുത്, അവിടെ സ്റ്റാച്യു എന്നാണ് പറയുന്നത്. T ആണ്, പക്ഷെ ഉച്ചരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. സ്റ്റാച്യൂസ് എന്നാണ്. ഓക്കെ. ഏതൊരാളെയും കൈമാടി വിളിക്കുന്നത് പോലെ തോന്നി മാർബിൾ പ്രതിമകള്. വിത്ത് എ റിക്വസ്റ്റ് ടു സ്റ്റോപ്പ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി. അല്പനേരം നിൽക്കാനും അവയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ക്ഷണിക്കുന്നത് പോലെ, ഒരു അപേക്ഷ പോലെ. റിക്വസ്റ്റ് എന്താണ്? അപേക്ഷ. ഗാർഡൻസ് സറൗണ്ടഡ് ദ ഓൾ പ്ലേസ്. ആ പ്രദേശം മുഴുവനും പൂന്തോട്ടങ്ങളാൽ നിറഞ്ഞിരുന്നു. ഗാർഡൻസ് സറൗണ്ടഡ് ദ ഓൾ പ്ലേസ്. WHOL, ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഓൾ പ്ലേസ്. ആൻഡ് ടൈം ഫ്ലൂ പാസ്റ്റ് വിതൗട്ട് വൺ ബീയിങ് അവെയർ ഓഫ് ഇറ്റ്. സമയം കടന്നുപോയി, ആരായാൽ പോലും ആ സമയം കടന്നു പോകുന്നത് അറിയില്ല, അവെയർ ആവില്ല. നമ്മൾ അറിയില്ലാതെ സമയം കടന്നു പോകും. ടൈം ഫ്ലൂ പാസ്റ്റ്. ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ ഫ്ലൂ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. ഫ്ലൂ പറന്നുപോയി. FLEW, FLY ഫ്ലൈ പറക്കുക. FLEW ഫ്ലൂ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ഉണ്ടോ. V1, V2, V3 ഫോം ഉണ്ട് അല്ലെ എല്ലാ വെർബുകൾക്കും. ഫ്ലൈ പറക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്, വെർബാണ്. അതിന്റെ രണ്ടാമത്തെ ഫോമാണ്. ഫ്ലൂ പാസ്റ്റ് വിതൗട്ട് വൺ ബീയിങ് അവെയർ ഓഫ് ഇറ്റ്. അതേക്കുറിച്ച് നമ്മൾ അവെയർ ആവുക പോലുമില്ല. എന്താണ് അവെയർ ആവുക? ബോധവാനാവുക. നമ്മൾ അതേക്കുറിച്ച് അറിയുക പോലുമില്ല. ബോധവാനാവാതെ തന്നെ സമയം കടന്നു പോകും. സൂൺ. എന്താ സൂൺ എന്ന വാക്കിന്റെ അർത്ഥം? പെട്ടെന്ന്. ദ കണ്ടക്ടർ കെയിം നിയർ മീ.
കണ്ടക്ടർ എന്റെ അടുത്ത് വന്നു. കെയിം വന്നു. കമ്മിന്റെ പാസൻസ് ആണല്ലേ കെയിം. കം വരിക. കെയിം വന്നു. കെയിം നിയർ മീ എന്റെ അടുത്ത് വന്നു. ടച്ച്ഡ് മീ ഓൺ ദ ഷോൾഡർ എന്റെ ഷോൾഡറിൽ സ്പർശിച്ചു. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു സെമിട്രി നിങ്ങൾ പറഞ്ഞ സെമിട്രി ആയിട്ടോ. ഐ എലൈറ്റഡ് ഫ്രം ദ ബസ്. എന്താണ് എലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി. ബോർഡോൺ എന്ന് പറഞ്ഞാൽ കയറുക അല്ലെ. ഇറങ്ങുക എന്നുള്ളതിനപ്പോ എലൈറ്റ് ഫ്രം. ഓക്കെ, ബോർഡോൺ എന്ന് പറഞ്ഞാൽ കയറുക. ഇവിടെ ഞാൻ ബസ്സിൽ കയറി എന്നതിന് ഐ ബോർഡഡ് ഓൺ ദ ബസ് എന്നല്ല പറഞ്ഞത്, ചാടിക്കയറി എന്നാണ്. ഐ ജംപ്ഡ് ഇൻ ഓൺ ടു ദ ബസ് എന്നാ പറഞ്ഞത്. ജമ്പ് ഓൺ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പ്രയോഗങ്ങളൊക്കെ അപ്പൊ നമുക്കും എപ്പോഴെങ്കിലും ബസ്സിൽ കയറുക, ബസ്സിൽ ഇറങ്ങുക എന്നൊക്കെ പറയാനായിട്ട് ഈ പ്രയോഗങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത പാരഗ്രാഫ്. ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് വാൾ. ഞാൻ ഒരു വലിയ മതിലിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. ആ മതിലിന് അവസാനമില്ല എന്ന് തോന്നി അല്ലേ. സീംഡ് തോന്നി. നേരത്തെയും ഈ വാക്ക് നമ്മൾ കണ്ടതാണ് തൊട്ട് മുമ്പ് ഒരു പാരഗ്രാഫിൽ അല്ലേ. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. ആ മതിലിന് ഒരു എൻഡ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ. മുന്നിൽ എന്നുള്ളതിനൊരു പ്രയോഗം കണ്ടില്ലേ, ഇൻ ഫ്രണ്ട് ഓഫ്. ഐ ഫൗണ്ട് മൈസെൽഫ്. മൈസെൽഫ് എന്ന് പറഞ്ഞാലോ ഞാൻ സ്വയം. ഐ എന്ന വാക്കിന്റെ റിഫ്ലക്റ്റീവ് പ്രൊനൗൺ ആണ്. ഐ ഞാൻ. അപ്പൊ ഞാൻ സ്വയം എന്ന് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്ത് എങ്ങനെ പറയും, മൈസെൽഫ്. അപ്പൊ ഹി എന്നുള്ളതിനോ ഹിംസെൽഫ്. ഷീ എന്നുള്ളതിനോ ഹെർ സെൽഫ്. അവൾ സ്വയം, ഹെർ സെൽഫ്. അഹി അവൻ, അവൻ സ്വയം, ഹിംസെൽഫ്. എന്തോ ആവട്ടെ, ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് വാൾ. ഒരു വലിയ മതിലിന്റെ അടുത്ത് ഞാൻ നിൽക്കുന്നതായിട്ട് കണ്ടു. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. ആ മതിലിന് ഒരു എൻഡ് ഇല്ല. എൻഡ് എന്താണ്, അന്ത്യം. ഐ സ്ലോലി വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിട്രി. ആ സെമിട്രിയുടെ എൻട്രൻസ്, പ്രവേശന കവാടത്തിന് എൻട്രൻസ് എന്നാ പറയാ അല്ലെ. അതിന് നേർക്ക്. നേർക്ക് എന്നുള്ളതിന് എന്താ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, ടുവേർഡ്സ്. അതിന് നേർക്ക് ഞാൻ നടന്നു. വാക്ക്ഡ്. സ്ലോലി സാവധാനം. ഐ സ്ലോലി വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിട്രി. ദെർ വാസ് എ ഗാർഡൻ ഓഫ് കൺസിഡറബിൾ സൈസ് അറൗണ്ട് ദ സെമിട്രി. അത്യാവശ്യം സാമാന്യം വലിപ്പമുള്ള എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക, കൺസിഡറബിൾ സൈസ്. സാമാന്യം വലിപ്പമുള്ള ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഗാർഡൻ, പൂന്തോട്ടം. ദെർ വാസ് എ ഗാർഡൻ ഓഫ് കൺസിഡറബിൾ സൈസ് അറൗണ്ട് ദ സെമിട്രി. ഈ സെമിത്തേരിയിലെ ചുറ്റുമായിട്ടാണ്, സെമിത്തേരിയിലെ കല്ലറകൾ നടുഭാഗത്ത്, അതിന് ചുറ്റുമായിട്ട് സാമാന്യം വലിപ്പമുള്ള ഒരു പൂന്തോട്ടം. ഓൺ വൺ സൈഡ് ഓഫ് ദ, ഓക്കെ, ഓൺ വൺ സൈഡ് ഓഫ് ദ, അടുത്ത പേജിൽ നമുക്ക് വായിക്കാം. ഓൺ വൺ സൈഡ് ഓഫ് ദ ഗാർഡൻ, പൂന്തോട്ടത്തിന്റെ ഒരു വശത്ത് there were women and girls standing near heaps of flowers. സ്ത്രീകളും കുട്ടികളും ഒക്കെ, പെൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് പൂക്കളുടെ കൂമ്പാരത്തിനടുത്തായിട്ട്. Here are fresh flowers to offer the memory of your near and dear ones. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ, അവരുടെ ഓർമ്മയ്ക്ക് അർച്ചിക്കാൻ ദാ പുതുപൂക്കള്. ഫ്രഷ് ഫ്ലവേഴ്സ്, പുതുപൂക്കള്. ഇതാണ് അവർ പറയുന്നത്. വൺ ഓഫ് ദീസ് ഗേൾസ് പോയിന്റഡ് ടുവേർഡ്സ് ഹെയർ കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ്. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളിൽ ഒരാള് അവളുടെ കയ്യിലുള്ള പൂക്കളുടെ കൂമ്പാരത്തിലേക്ക്, കളക്ഷനിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. എന്നിട്ട് എന്റെ നേരെ നോക്കി ചിരിച്ചു. ഓക്കെ, ഐ വാസ് ടെംപ്റ്റഡ് ബൈ ദ ഫ്രഷ്നെസ് ഓഫ് ദ ഫ്ലവേഴ്സ്. ഈ പൂക്കളുടെ പുതുമ കണ്ട് എനിക്ക് വാങ്ങാൻ പ്രലോഭനമുണ്ടായി. എന്താ ടെംപ്റ്റേഷൻ, പ്രലോഭനം. ഐ വാസ് ടെംപ്റ്റഡ്, ഞാൻ പ്രലോഭിപ്പിക്കപ്പെട്ടു. The magic of her smile and my deep respect for Shelley. അവളുടെ പുഞ്ചിരിയുടെ മാജിക്കും പിന്നെ ഷെല്ലിയോടുള്ള എൻ്റെ ആരാധനയും അത്രയ്ക്കുണ്ടായിരുന്നു. ഡീപ്പ് റെസ്പെക്ട്, ആഴമേറിയ ആരാധന. ഫോർ ഷെല്ലി, ഷെല്ലി എന്ന കവി അല്ലെ, അദ്ദേഹത്തോട്. ഐ എക്സ്റ്റെൻഡഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്. ഞാൻ എൻ്റെ കൈ നീട്ടി എന്നിട്ട് പറഞ്ഞു, വൺ ബൊക്കെ പ്ലീസ്. സ്പെല്ലിങ് നോക്കണേ. ബൊക്കേറ്റ് എന്ന് പറയാൻ തോന്നുന്ന രീതിയിലാണ് സ്പെല്ലിംഗ്, പക്ഷെ ബൊക്കെ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. BOUQUET. വൺ ബൊക്കെ പ്ലീസ്. എ സ്മോൾ വൺ, ഒരു ചെറുത് മതി എന്ന് ഞാൻ പറഞ്ഞു.